എൻ്റെ പേര് KJ ബോണിഫസ്, CKR ഗ്രൂപ്പ്സ് കൊച്ചിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. ഞങ്ങൾ ഇമ്പോർട്ട് എക്സ്പോർട്ട് കൺസൾട്ടൻസി, അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സിന് ആവശ്യമുള്ള ലോജിസ്റ്റിക് സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥാപനം ആണിത്. കീഡിൻ്റെ റിസോഴ്സ് പേഴ്സണാണ്. കീഡ് സംഘടിപ്പിക്കുന്ന എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുടെ എക്സ്പോർട്ടുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന റിസോഴ്സ് പേഴ്സണാണ്. അതുപോലെ തന്നെ മറ്റ് പ്രോഗ്രാമുകൾക്കകത്തും എക്സ്പോർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഒരു എക്സ്പോർട്ടർ അദ്ദേഹത്തിന് ആവശ്യമുള്ള രജിസ്ട്രേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് മാർക്കറ്റിങ്ങിലേക്ക് ഇറങ്ങാൻ സാധിക്കുക, മാർക്കറ്റിങ്ങിലേക്ക് പോകുമ്പോൾ പ്രൊഡക്റ്റിന് പ്രൈസിങ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഇൻ്റർനാഷണൽ ഇൻകോ ടേംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, കസ്റ്റംസ് ക്ലിയറൻസുമായി ബന്ധപ്പെട്ട ആവശ്യമായി വരുന്ന ഡോക്യുമെൻറ്റേഷൻസ് എന്തൊക്കെയാണ്, ആ ഡോക്യുമെൻറ്റേഷൻസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഷിപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെയാണ് ട്രെയിനിങ് നൽകുന്നത്. കീഡിൻ്റെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തുടർന്നും അവരുടെ കോളുകൾ വരാറുണ്ട്. പലരും എക്സ്പോർട്ട് ചെയ്യുന്നതിന് ആവശ്യമുള്ള രജിസ്ട്രേഷൻസും മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. ചിലർ ഓൾറെഡി എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു, അവർ സാമ്പിൾസ് അയച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ ഫസ്റ്റ് കൺസൈൻമെൻറ്റ് സെക്കൻഡ് കൺസൈൻമെൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ആളുകളുണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിലെ ബിസിനസ്സിന് എക്സ്പോർട്ട് മാർക്കറ്റിലേക്ക് കൂടി അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൂടുതൽ ലാഭകരമായി, അതായത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും ഉയർന്ന മാർജിൻ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് എക്സ്പോർട്ടിന് നിരവധി ഇൻസെൻറ്റീവുകൾ കൊടുക്കുന്നുണ്ട്. GST പോലത്തെ ടാക്സുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും മാർക്കറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ, മാർക്കറ്റിങ്ങിൽ കൂടുതൽ പ്രൊഡക്ട്സ് എക്സ്പോർട്ട് ചെയ്ത്, അതായത് വോളിയം കൂടുതൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു എന്നതൊക്കെയാണ് എക്സ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. 2023 പുതിയ പോളിസി പ്രകാരം, ഫോറിൻ ട്രേഡ് പോളിസി പ്രകാരം നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റ് എക്സ്പോർട്ട് കൂടി വരികയാണ്. അപ്പോൾ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് ഇമ്പോർട്ടർ എക്സ്പോർട്ടർ കോഡ് എടുക്കുക, അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻസ് എടുക്കുക. നിലവിലുള്ള സ്ഥാപനത്തിനുള്ള രജിസ്ട്രേഷൻസ് ആവശ്യം വേണമെങ്കിൽ അത് സെൻട്രൽ രജിസ്ട്രേഷനിലേക്ക് മാറ്റേണ്ട ചില FSSAI പോലത്തെ ചില രജിസ്ട്രേഷനുകളൊക്കെ കൈകാര്യം ചെയ്യുക. പടിപടിയായിട്ട് എക്സ്പോർട്ടിലേക്ക് വരാൻ ഓൺട്രപ്രണേഴ്സിനെ, പ്രത്യേകിച്ച് സ്മോൾ സ്കെയിൽ, മീഡിയം സ്കെയിൽ ഓൺട്രപ്രണേഴ്സിനെയൊക്കെ ഉയർത്തിയെടുക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഇവിടെ നടക്കുന്നത്.